قرآني في قلبي دوما يغمرني من فيض ضياء آيات المولى تدفعني نحو العليا يا ربي قد نلت منايا وبختم كتابك أرقى. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد مكر الذين من قبلهم فأتى الله بنيانهم من القواعد فخر عليهم السقف من فوقهم وأتاهم العذاب من حيث لا يشعرون. ثم يوم القيامة يخزيهم ويقول أين شركائي الذين كنتم تشاقون فيهم. قال الذين أوتوا العلم إن الخزي اليوم والسوء على الكافرين. സ്നേഹമുള്ള സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, കാരണവന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ച് യഥാർത്ഥ വിശ്വാസികളായി അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്. നന്മകൾ കൂടുതൽ ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന വിനയാന്യതരിൽ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കാര്യങ്ങളെല്ലാം കേട്ടു മനസ്സിലാക്കി അതിനെതിരെ സഞ്ചരിക്കുന്ന ധിക്കാരികളിൽ നിന്ന് റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ വളരെ ശ്രദ്ധാർഹമായ ആയത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിക്കുന്ന സൂറത്തിൻ്റെ പേര് നെഹലാണല്ലോ. നെഹലിലെ 26-27 ആയത്താണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളോട് എനിക്കറിയിക്കാനുള്ളത്, പഠിക്കുന്ന ആയത്തുകൾ ഓരോന്നും ആവർത്തിച്ച് ഓതുവാനും അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കാനും സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. ഏതൊരായത്ത് നമ്മൾ കേൾക്കുമ്പോഴും അതിൻ്റെ ആശയതലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയും അതിൻ്റെ ആ പശ്ചാത്തലങ്ങളും കാര്യങ്ങളും നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് ആ ആയത്ത് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന തരത്തിലായിത്തീരുന്നത്. അള്ളാഹു ഈ ഗ്രന്ഥം നമുക്ക് ഇറക്കി തന്നിരിക്കുന്നത് വെറുതെ ജസ്റ്റ് ഒന്ന് ഓതിപ്പോകുവാൻ വേണ്ടിയിട്ടല്ല. ഈ ഗ്രന്ഥത്തെ അള്ളാഹു നമുക്ക് ഇറക്കി തന്നിരിക്കുന്നത് കിതാബൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ, നബിയെ നിനക്ക് ഞാൻ ഈ ഗ്രന്ഥത്തെ ഇറക്കി തന്നിരിക്കുന്ന ലിയദ്ദബ്ബറു ആയാത്തി, അതിലെ വചനങ്ങളെപ്പറ്റി നീ ഉറ്റാലോചന നടത്തുവാനാണ്. ഏതൊരായത്ത് നമ്മൾ ഓതിക്കേൾക്കുമ്പോഴും പ്രിയപ്പെട്ടവരിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും നമ്മൾ ആലോചിക്കുക. ഇതിറങ്ങിയ കാലഘട്ടം, അവിടുത്തെ അവസ്ഥ, ഇതൊക്കെ നമ്മൾ കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ, ആലോചനയ്ക്ക് വിധേയമാക്കുമ്പോഴാണ് ഈ വചനങ്ങളുടെ മഹത്വം നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ഇത് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന പരിപാലിക്കുന്ന പടച്ചിറബിങ്കിൽ നിന്ന് അവതീർണമായതാണെന്ന ഉയർന്ന ചിന്തയിലേക്ക് പ്രിയപ്പെട്ടവയെ നമ്മൾ എത്തുകയുള്ളൂ. ആ നിലയ്ക്ക് ഈ ഗ്രന്ഥത്തെ കാണണമെന്നും ഈ വചനങ്ങളിലേക്ക് മനസ്സ് വെക്കണമെന്നും പ്രിയപ്പെട്ടവരെ എല്ലാവരോടും സ്നേഹത്തോടു കൂടി അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു വചനങ്ങൾ കേൾക്കുകയാണെങ്കിലും അതിൻ്റെ മാധുര്യത്തോടു കൂടി കേൾക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രദ്ധിക്കുന്നവരുടെ കൂട്ടത്തിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശ്വാസികളെ, കഴിഞ്ഞ ആഴ്ച പഠിച്ച ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ്. എല്ലാ നന്മകൾക്കും നമ്മൾ മാതൃകയാകണം. നന്മയുടെ കാര്യത്തിൽ ഒന്നാമന്മാരായി പ്രിയപ്പെട്ടവരെ നമ്മൾ അവ്വലാകണം. സകല നന്മകൾക്കും നമ്മൾ മാതൃകയാകണം. ഒരു തിന്മക്കും നമ്മൾ മാതൃകയായിക്കൂടാ. നമ്മുടെ അരികിൽ എന്തെങ്കിലും ഒരു അപാകതകളോ പാളിച്ചകളോ മറ്റൊരുത്തൻ കണ്ട് അതവൻ അനുകരിക്കുന്ന, അതവൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നൊരവസ്ഥാവിശേഷം ഉണ്ടാകരുത്. നാം ഒരു തിന്മക്ക് മാതൃകയായാൽ
അത് കണ്ട് എത്ര ആളുകൾ ആ തിന്മ ചെയ്തോ അതിൻ്റെയൊക്കെ പ്രതിഫലം, അതിൻ്റെയൊക്കെ കുറ്റം, അതിൻ്റെയൊക്കെ പാപവിഹിതം പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ടാണ് ഇസ്ലാം ആ കാര്യത്തിൽ ഗൗരവപ്പെട്ട ഉണർത്തലുകൾ നമ്മെ നടത്തിയിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളും അല്ലാഹു എഴുതി വെക്കുന്നു എന്നതോടൊപ്പം തന്നെ അതിൻ്റെ അനന്തര ഫലങ്ങളും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. സൂറത്ത് യാസീൻ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു വചനമാണ്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, തീർച്ചയായും നാമാണ് മനുഷ്യ നീ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. വന കുത്തുബു, നാം എഴുതുന്നു രേഖപ്പെടുത്തുന്നു മാ കദ്ദമു, നിങ്ങൾ മുൻകൂട്ടി ചെയ്യുന്നതും ആ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് വരുന്ന അനന്തര ഫലങ്ങളും ആസാറുകളും നമ്മൾ എഴുതി വെക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആയത്ത് വിശദീകരിച്ച പ്രിയപ്പെട്ടവരെ പറഞ്ഞു, എന്തെങ്കിലും ഒരു തെറ്റ് നമ്മൾ ചെയ്യുന്നത് കണ്ട് മറ്റൊരുത്തൻ ആവർത്തിച്ചു, അത് കണ്ട് മറ്റൊരുത്തൻ ആവർത്തിച്ചു, ഒട്ടനവധി ആളുകൾ അത് അനുകരിച്ച് ആവർത്തിച്ച് മുന്നോട്ട് പോയെങ്കിൽ തുടക്കക്കാരൻ അതിൻ്റെയൊക്കെ പാപവിഹിതം, അതിൻ്റെയൊക്കെ കുറ്റം ആ തുടക്കക്കാരൻ അനുഭവിച്ചേ പറ്റൂ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം വളരെ ശ്രദ്ധാർഹമായ മനസ്സിരുത്തേണ്ട ആയത്താണ്. ലോകത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ, അമ്പിയാക്കളുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ, സഹോദരങ്ങളെ, ഏതൊരു നാട്ടിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചയച്ചിട്ടുണ്ട്. മനുഷ്യരോട് അള്ളാഹുവിന് വലിയ സ്നേഹമാണ്. ജീവിതത്തിന് ലക്ഷ്യം കൃത്യമായി ബോധ്യപ്പെടുത്താൻ പ്രവാചകന്മാരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആ അമ്പിയാക്കൾ ഏതൊരു സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോഴും ഒട്ടനവധി ആളുകൾ ആ പ്രവാചകനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. സത്യനിഷേധികളും ആ കൂട്ടത്തിലുണ്ടാകും, സത്യവിശ്വാസികളും അവരുടെ കൂട്ടത്തിലുണ്ടാകും. ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, മനുഷ്യർ അങ്ങനെ തന്നെയാണെന്ന്. ഹുവല്ലദീ ഖലഖക്കും ഫമിൻകും കാഫിറുൻ വമിൻകും മുഅ്മിൻ. അല്ലാഹ് പറയാം, മനുഷ്യരെ, നിങ്ങളെ ഞാനാണ് സൃഷ്ടിച്ചത്. എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ സത്യനിഷേധികളുണ്ട്, കാഫിരീങ്ങളുണ്ട്, അതുപോലെ തന്നെ സത്യവിശ്വാസികളുണ്ട്. എന്നാൽ പ്രവാചകന്മാർ അവരുടെ ദൗത്യവുമായി മുന്നോട്ട് പോകും. എതിർപ്പുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്നും അവർ വകവെക്കൂല. അത് അള്ളാഹു അവരെ ഏൽപ്പിച്ച ദൗത്യം എന്ന നിലക്ക് ഞങ്ങളുടെ ബാധ്യത ഇത് പറഞ്ഞു തരിക മാത്രമാണെന്ന് തിരിച്ചറിവോടുകൂടി അവർ പ്രബോധനവുമായി മുന്നോട്ട് പോകും. ഒരു വലിയ ശതമാനം ആളുകൾ ഈ പ്രവാചകന്മാർക്കെതിരെ തിരികെയും അവരെ ഇല്ലായ്മ ചെയ്യാനും അവർ കൊണ്ടുവന്നതിനെ പരിഹസിക്കാനും അവരിൽ വിശ്വസിച്ചവരെ ബുദ്ധിമുട്ടിപ്പിക്കുവാൻ ശ്രമിക്കും. ഇത്തരമൊരു സാഹചര്യത്തിൽ ആ അമ്പിയാക്കളിലൂടെ അള്ളാഹുവിൻ്റെ കൃത്യമായ ഇടപെടൽ നടക്കും. ആ പ്രവാചകന്മാരെ അവർ കൃത്യമായി ധരിപ്പിക്കും. അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് നിത്യവാസത്തിൻ്റെ സ്വർഗമുണ്ട്. അവൻ്റെ ശാപകോപങ്ങൾ ഏറ്റുവാങ്ങുന്ന വഴിയിലൂടെയാണോ നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കെങ്കിൽ ഇഹലോകത്ത് വെച്ച് തന്നെ നിങ്ങൾ ഒരുപക്ഷേ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇത്തരം കാര്യങ്ങൾ അവരെ താക്കീതുകൾ അവരെ കേൾപ്പിക്കുമ്പോൾ അള്ളാഹുവിനെ മനസ്സിലാക്കാത്ത, സൃഷ്ടാവിൻ്റെ ശക്തി മനസ്സിലാക്കാത്ത നിഷേധികൾ പറഞ്ഞിരുന്ന ചില വാക്കുകളാണ്. എന്നാൽ നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന ശിക്ഷ കൊണ്ടുപോവാ. പലയിടങ്ങളിലും പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരോട് അങ്ങനെ അവർ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല പലപ്പോഴും അത്തരം അഹങ്കാരവും ധിക്കാരവും നിറഞ്ഞ വർത്തമാനത്തെ ഒരല്പ സാവകാശം നൽകുകയാണ് ഉണ്ടാകാറുള്ളത്. ഏതൊരു ആളുകളോടുള്ള സമീപനത്തിനും അള്ളാഹു അങ്ങനെ തന്നെയാണ് സ്വീകരിച്ചുള്ളത്. ഇപ്പോൾ ഫിർഔൻ അവൻ്റെ ധിക്കാരത്തിലൂടെ വലിയൊരു കാലയളവ് മുന്നോട്ട് പോയി. അതുപോലെ തന്നെ ലൂത്ത് നബിയുടെ ജനത, അതുപോലെ തന്നെ നൂഹ് നബിയുടെ ജനത, ആദ് സമൂദ് ഗോത്രങ്ങളൊക്കെ അവരവരുടെ ധിക്കാരത്തിലും അഹങ്കാരത്തിലും പൊങ്ങച്ചത്തിലും ഇസ്ലാമിനെതിരെ, പ്രവാചകന്മാർക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചവർ കുറേ മുന്നോട്ട് പോയി. അവസാനം പ്രിയപ്പെട്ടവരെ സകലരെയും അള്ളാഹു പിടികൂടുക തന്നെ ചെയ്യും. ഇഹത്തിലും പരത്തിലും അള്ളാഹുവിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സത്യനിഷേധികൾക്കാവുകയില്ല. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന ആയത്ത് ഖദ് മക്കറല്ലദീന മിൻ ഖബ്ലിഹിം. അപ്പോൾ സത്യത്തിനെതിരെ, അമ്പിയാക്കൾക്കെതിരെ ശക്തമായി നിലകൊള്ളുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങളെപ്പോലുള്ള പല ആളുകളും മുമ്പും ഇതുപോലെ അമ്പിയാക്കൾക്കെതിരെ, ദീനിനെതിരെ വാളോങ്ങിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ അതിൻ്റെ ദുരന്ത ഫലം അവർ അനുഭവിച്ചേ പറ്റൂ. അനുഭവിച്ച് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. എത്ര സ്ഥലങ്ങളിലാണെന്നോ ഒക്കെ മഹലക്കന, എത്രയെത്ര തലമുറകളെയാണ് നശിപ്പിച്ചത്, എത്രയെത്ര തലമുറകളെയാണ് നശിപ്പിച്ചത്. ഹും അഷദ്ദു മിൻഹും ബത്ഷ. അവർ ശക്തിയുള്ളവരും കയ്യൊക്കുള്ളവരും കാര്യപ്രാപ്തിയുള്ളവരും അതുപോലെ തന്നെ വലിയ വേരോട്ടമുള്ളവരായിരുന്നു. അവരൊക്കെ അല്ലാഹു പിഴുതെറിഞ്ഞെങ്കിൽ വിശ്വാസികളെ, റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലുതല്ല. അതാണ്, നിങ്ങൾക്ക് മുമ്പുള്ളവരും കുതന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ട്. പക്ഷേ അള്ളാഹു അവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറൂരിവിടും. നുമത്തിഉഹും ഖലീല. നമ്മൾ മനസ്സിലാക്കേണ്ട, റബ്ബിനെ വിസ്മരിച്ചുകൊണ്ട് ആര് ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിലും അവൻ്റെ ഓരോരോ കാൽവെപ്പും പ്രിയപ്പെട്ടവരെ പ്രയാസത്തിലേക്കാണ്. എന്നാൽ സത്യനിഷേധികൾ ഒട്ടുമിക്ക ആളുകളും വിചാരിക്കുന്നത്, എന്ത് തമ്മാടിത്തവും തോന്നിവാസം ചെയ്താലും ഞങ്ങളെ കൈപിടിക്കാനോ ഞങ്ങളെ കാലിന് ചങ്ങലയിടാനോ ആരുമില്ല എന്ന നിലപാടിൽ മുന്നോട്ട് പോകുന്നവരുണ്ട്. പക്ഷേ റബ്ബിൻ്റെ പിടുത്തണത്ത് അവരെ പിടികൂടുമ്പോൾ ഒരിക്കലും അവർ കുതറാൻ സാധിക്കാതെ പ്രിയപ്പെട്ടവരെ പ്രയാസപ്പെടാണ്. ഉദാഹരണത്തിന് ഫിർഔനെ പറ്റി മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി.
മൂസാ നബിയെയും ഹാറൂൻ നബിയെയും അങ്ങേയറ്റം വിഷമിപ്പിച്ച ധിക്കാരിയായ ഫറവ സഹോദരങ്ങളെ മുങ്ങിച്ചാകുന്ന സമയത്ത് ഒരു പ്രയാസകരമായ ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അവൻ പറഞ്ഞു, ആമന്നാ ബിറബ്ബി ഹാറൂന മൂസ, മൂസയുടെയും ഹാറൂൻ നബിയുടെയും റബ്ബിൽ ഞാൻ വിശ്വസിച്ചു കൊള്ളാം. ആ സമയത്ത് അള്ളാഹ് ചോദിച്ച പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ഈ നിമിഷം വരേക്കും ധിക്കാരിയായ നീ ഈ നിമിഷത്തിലാണോ നീ വിശ്വാസിയാകാൻ ഉദ്ദേശിക്കുന്നത്? ഇല്ല, നിന്റെ തൗബ സ്വീകരിക്കാൻ ഒരുക്കമല്ല. നിന്റെ മൃതശരീരത്തെ ശേഷം വരുന്ന സകല ധിക്കാരികൾക്ക് ഒരു മാതൃകയെന്നോണം ഞാൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പ്രിയപ്പെട്ടവരെ സൂറത്ത് യൂനുസിൽ നമുക്കൊരായത്ത് കാണാൻ പറ്റും. ഫല്യോമനുനജ്ജീക ബിബദനിക. അപ്പോൾ ആരൊക്കെ കുതന്ത്രങ്ങൾ കാണിച്ചിട്ടുണ്ടോ അവരൊക്കെ അതിൻ്റെ പ്രയാസം ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കേണ്ടി വരും. കൊണ്ടാണല്ലോ ഖുർആനിൽ ഇന്നഹും യക്കീദൂന കൈദ വ അക്കീദു കൈദ. അവർ കുതന്ത്രങ്ങൾ മെനയുന്നു, നാമും തന്ത്രങ്ങൾ മെനയും. പക്ഷേ അവസാനം സത്യനിഷേധി പ്രയാസത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കും ശാശ്വതമായ പരാജയത്തിലേക്കും എത്തിപ്പെടും. വിശ്വാസികളെ, നമ്മൾ പഠിക്കുന്ന വചനം ഖദ് മക്കറല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവരും ഇത്തരം തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല ആരൊക്കെ ധിക്കാരത്തിൽ പ്രവാചകന്മാർക്കെതിരെ നിലകൊണ്ടുവോ അവരുടെ അരികിലേക്ക് അല്ലാഹു എത്തുകയും അവരുടെ കെട്ടിടത്തെ അടിത്തറകളിലൂടെ അല്ലാഹു ചെന്ന് അവരുടെ മുകളിൽ മേൽപ്പുര പൊളിഞ്ഞു വീഴുക. അവിടെ ഉദ്ദേശിക്കുന്നത് അവരല്ലാഹു എല്ലാവരെയും പിഴുതെറിയപ്പെട്ടു എന്നാണ്. അപ്പോൾ ആദ് സമൂഹ ഗോത്രത്തെ പറ്റി നമ്മൾ കൃത്യമായിട്ടറിയാം. ആദ് സമൂഹത്തെ ഒരു തരം കാറ്റ് കൊണ്ട് അല്ലാഹു നശിപ്പിച്ചു. അവർ മറിഞ്ഞു വീണ വിഷയത്തെപ്പറ്റി ഖുർആൻ പഠിപ്പിക്കുന്ന കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ, കടപുഴകി വീണ ഈത്തപ്പന മരങ്ങളെപ്പോലെ വലിയ മനുഷ്യന്മാരിങ്ങനെ മരച്ച് കിടക്കുന്നത് കാണുമ്പോൾ വലിയ മരം ഇങ്ങനെ വെട്ടിയിട്ടതാണെന്ന് തോന്നിപ്പോകുമെന്ന്. അപ്പോൾ അവരുടെ സകല കെട്ടിടങ്ങളെയും തകർത്ത് അവരുടെ സകല സമ്പാദ്യങ്ങളെയും ഇല്ലാതെയാക്കി. അതാണ് അല്ലാഹു വലത്തുക്കാണ് എത്തിയെന്താണ് അവിടെ അടിവേരിൻ്റെ അർത്ഥമെന്നാണ്. അതോടൊപ്പം തന്നെ ഫഖറാലെയും മേൽക്കൂര അവരുടെ ശരീരത്തിലേക്ക് അവരുടെ എല്ലാത്തിൻ്റെ മുകളിലേക്കും ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. അങ്ങനെ അല്ലാഹു അതാഹുമുൽ അദാബു, ശിക്ഷ അവരെ തേടിയെത്തി മിൻ ഹൈസു ലാ യശ്ഉറൂൻ, അവരറിയാത്ത രൂപത്തിൽ. സഹോദരങ്ങളെ, നൂഹ് നബിയുടെ ജനതയെ കാരുണ്യവാനായ റബ്ബ് ജലപ്രളയത്തോടെ നശിപ്പിച്ചു. അല്ലാഹു അവരരികിലേക്ക് എത്തുന്നു. വെള്ളമായിട്ടാണ് അദാബ് ഇറങ്ങിയത്. അതുപോലെ തന്നെ കാറ്റായിട്ടാണ് ആദ് സമൂഹത്തിലേക്ക് അദാബ് ഇറങ്ങിയത്. അതുപോലെ തന്നെ ഇടിത്തീയായിട്ടാണ് മറ്റു പല സമൂഹങ്ങളെയും അല്ലാഹു നശിപ്പിച്ചത്. അപ്പോൾ അവരെ കെട്ടിടങ്ങളിൽ അവരുടെ വീടുകൾ അവിടെ മഖബറുകളായി മാറുന്നു. അവിടെ വെച്ചവർ മരിച്ചു വീഴുന്നു. ഒരടി മുന്നോട്ട് വെക്കാനോ പിറകോട്ട് വെക്കാനോ സാധിക്കാത്ത അവസ്ഥയിലേക്ക് അവർ മാറുകയാണ്. വിശ്വാസികളെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം നമ്മൾ കൃത്യമായി ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടത്, റബ്ബിനെ മറന്ന് നമ്മൾ സഞ്ചരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഓരോരോ നിമിഷങ്ങളിലും പ്രിയപ്പെട്ടവരെ റബ്ബിൻ്റെ ശിക്ഷയെ നമ്മൾ പ്രതീക്ഷിക്കണം. അതാണല്ലോ സൂറത്ത് മുൽക്കിൽ അമിൻതും മൻ ഫിസ്സമാ യുർസില അലൈക്കും ഹസിബ, ആകാശത്തുള്ളവൻ്റെ കാര്യത്തിൽ നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? അള്ളാഹിൻ്റെ ശിക്ഷ നിങ്ങളെ തേടിയെത്തൂല. നിങ്ങളുടെ ശരീരത്തിലേക്ക് ചരൽ വർഷം ഇറക്കാൻ അള്ളാഹ് കഴിയുള്ളവനാണ്. ആ റബ്ബിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നിർഭയരായിരിക്കുകയാണ്. അല്ലെങ്കിൽ ഭൂമിയുടെ അന്തർഭാഗം ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ അങ്ങോട്ട് ആഴ്ത്തിക്കളയുവാനും ആഴ്ത്തിക്കൊണ്ടുപോകുവാനും അല്ലാഹു കഴിവില്ലെന്ന ധാരണയിലാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ്. വിശ്വാസികളെ, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. റബ്ബിനെ മറന്ന് സഞ്ചരിക്കാൻ പാടില്ല. അമ്പിയാക്കളുടെ നിർദ്ദേശങ്ങളെ നമ്മൾ അവഗണിച്ചുകൂടാ. മതത്തെ നമ്മൾ പുച്ഛമായി കണ്ടുകൂടാ. എങ്കിൽ സകലരും ഇവിടെ വെച്ച് തന്നെ പടച്ച റബ്ബിൻ്റെ അദാബുകളും അള്ളാഹുവിൻ്റെ വ്യത്യസ്ത പരീക്ഷണങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് നമ്മൾ ഭയപ്പെടണം. അതാണ് ഖദ്, തീർച്ചയായും മക്കറല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവരും തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവും അവരുടെ അരികിലേക്ക് അള്ളാഹു ചെന്നു അവരുടെ അരികിലേക്ക്. അവിടെ കെട്ടിടത്തിങ്കിൽ അടിത്തറകളിലൂടെ എന്ന് പറഞ്ഞാൽ അവിടെ കെട്ടിടത്തെ അടിത്തറയിലൂടെ അള്ളാഹു അങ്ങോട്ട് മറിച്ചിട്ടു. അതോടൊപ്പം തന്നെ ഫഖറ അലൈഹിമു സഖഫു, സഖഫറിന് മേൽക്കൂര പോലെ തലക്കുമേലാണ് വീഴുകയും ചെയ്തു അവിടെ മുകളിലേക്ക്. എന്നാൽ അള്ളാഹിൻ്റെ അദാബ് അവരിലേക്ക് എത്തി മിൻ ഹൈസു ലാ യശ്ഉറൂൻ, അവർ അറിയാത്ത വിധത്തിലൂടെ. അള്ളാഹുവിൻ്റെ ശിക്ഷ അവർ അറിയാത്ത വിധത്തിലൂടെ അവർക്ക് വന്ന് പിടികൂടിയും. വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ശിക്ഷ ഇഹത്തിലും പരത്തിലും അവരെ വലയം ചെയ്യുകയും രക്ഷപ്പെടാൻ പഴുതുകളില്ലാതെ വിഷമിക്കുകയും ചെയ്തു എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റബ്ബിനെ വിസ്മരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ അതിൻ്റെ പ്രയാസം ഈ ലോകത്ത് വെച്ച് തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, ദൃശ്യാദിസ്യങ്ങൾ അറിയുന്ന
ആ പരലോകത്തേക്ക് പിന്നെ അവരെ തിരികൊണ്ടുപോയാൽ അതിലേറെ വിഷമങ്ങളിലേക്ക് അവർ എത്തിപ്പെടും. അള്ളാഹു ഇത്തരം വിഷമങ്ങളിൽ നിന്ന്, ഇഹത്തിലും പരത്തിലുമുള്ള അദാബുകളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമതായി നമ്മൾ പഠിക്കുന്ന വചനം സുമ്മ യൗമൽ ഖിയാമ. ഇനി ഇഹലോകത്ത് അവർക്ക് അള്ളാഹിൻ്റെ ശിക്ഷ ഇറങ്ങി, അവർ പ്രയാസത്തിലകപ്പെട്ടു, അവർ അള്ളാഹുവിൻ്റെ അദാബുകൾക്ക് അർഹരായി തീർന്നു. ഇനിയോ നാളെ പരലോകത്ത് അവരെന്ന് അപമാനിക്കുന്നതാണ്. വിശ്വാസികളെ, നാളെ പരലോകം എന്ന് പറഞ്ഞാൽ അപമാനിക്കുന്ന ലോകമാണ്. ഏതൊരു മനുഷ്യൻ തിന്മയുടെ ലോകത്ത് സഞ്ചരിച്ചോ ഈ ലോകത്ത് ആരും അവനെ കണ്ടില്ല, പിടിക്കപ്പെട്ടില്ല, ഒരു കോടതിയിലും അവൻ്റെ കേസ് തെളിയിക്കാൻ സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെയും, എങ്കിലും അവൻ ശിക്ഷയ്ക്ക് അർഹനാണ്. അത് അനുഭവിക്കേണ്ട ലോകമാണ് പരലോകം. ഏതൊരു മനുഷ്യനെയും തൊലിയുരിക്കുന്ന, ഓരോരുത്തരെയും ഉള്ളുകള്ളി കൃത്യമായി വെളിച്ചത്ത് കൊണ്ടുവരുന്ന ലോകമാണ് പ്രിയപ്പെട്ടവരെ പരലോകം. അതുകൊണ്ടാണല്ലോ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, നാദാ പരലോകത്തന്നെ നീ മാനം കെടുത്തല്ലേ. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ നീ എന്നെ മാനം കെടുത്തല്ലേ. മക്കളോ സ്വത്തുക്കളോ ഉപകരിക്കാത്തൊരു ദിവസം. ഞാനും നിങ്ങളും ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ട ഒരു ദുആയാണ്. വിശ്വാസികളെ, ഇഹലോകത്ത് അബൂജഹലിന് അള്ളാഹുവിൻ്റെ അദാബിൽ, അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയനായി. അതുപോലെ തന്നെ പലരും വിശ്വാസികളെ, നമ്രൂദാകട്ടെ, ഖാറൂനാകട്ടെ, അതുപോലെ തന്നെ ഫിർഔനാകട്ടെ, ഈ ദുനിയാവിൽ അവിടെ അഹങ്കാരത്തിന് മതിയായ ശിക്ഷ അള്ളാഹു നൽകിയെങ്കിൽ നാളെ പരലോകത്തോ ഈ പറയപ്പെട്ടവരെയൊക്കെ അള്ളാഹു അപമാനിക്കും. അതാണ് സുമ്മ യൗമൽ ഖിയാമത്തി യുഖ്സീഹിം. എന്നിട്ടല്ല ചോദിക്കും, എവിടെയാണല്ലോ നിങ്ങളെ പങ്കാളികൾ? ഈ ഭൂമിയിലൊരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റേതാ? സഹോദരങ്ങളെ, അള്ളാഹുൽ പങ്കുചേർക്കലാണ്. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നേർച്ച വഴിപാടുകൾ സമർപ്പിക്കലാണ്. അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കലാണ്. അങ്ങനെ ശിർക്കാകുന്ന വലിയ പാതകം ചെയ്ത് തെറ്റ് ചെയ്ത് റബ്ബിൻ്റെ തിരുസന്നിധിയിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് അവർ നരകത്തിൻ്റെ വിറകായി മാറുന്നത്? ശിർക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. മരണം തൊണ്ടക്കുഴിയിലെത്തുന്നവരേക്കും ശിർക്കിൽ ജീവിച്ച് അങ്ങനെ തന്നെ ഒരാൾ ഇവിടം വിട്ടുപോയാൽ പരലോകത്ത് അവൻ്റെ കാര്യം വളരെ വിഷമകരമാണ്. അവിടെ പലരും തന്നെ കൈപിടിക്കാനുണ്ടാകും, രക്ഷകന്മാരായിട്ടുണ്ടാകും, ശുപാർശകന്മാരായിട്ടുണ്ടാകും എന്നൊക്കെ വാദിച്ചും ജൽപ്പിച്ചും അങ്ങനെ ശിർക്കിൽ സഞ്ചരിച്ച റബ്ബിൻ്റെ തിരുസന്നിധിയിലെത്തുമ്പോൾ റബ്ബുൽ ആലമീനായ നാഥൻ, പ്രപഞ്ചത്തിൻ്റെ അധിപൻ അവരോട് ചോദിക്കുകയാണ്, എവിടെയാണല്ലോ നിങ്ങളെ പങ്കാളികൾ? എനിക്ക് സമന്മാരെ നിങ്ങൾ പലരെയും വെച്ചിരുന്നുവല്ലോ, അവരെവിടെയാണ്? ഐന ശുറക്കാഇ അല്ലദീന കുന്തും തുശാഖൂന ഫീഹിം. അവരുടെ കാര്യത്തിൽ നിങ്ങൾ തർക്കിച്ചിരുന്നു, വലിയ വലിയ കുതർക്കങ്ങൾ നടത്തിയിരുന്നു. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. അള്ളാഹ്ക്ക് പുറമെ രക്ഷകന്മാരെ നിങ്ങൾ സ്വീകരിക്കുകയും എന്നിട്ട് നിങ്ങൾ നൊണ്ടിന്യായങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഞങ്ങളവരെ ദൈവമാണെന്ന് വിചാരിച്ചിട്ടല്ല ആരാധിക്കുന്നത്, ഞങ്ങൾ അടുപ്പിക്കാനാണ്. മറ്റു സമയങ്ങളിൽ വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അരികിൽ റെക്കമെൻഡുകാരാണ്. മറ്റൊരു വാദം, ഞങ്ങളുടെ പാപ്പമാരും കാക്കാക്കാരന്മാരും ചെയ്യുന്നതിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുകയാണ്. അങ്ങനെ ശിർക്കാകുന്ന, നരകം നിർബന്ധമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്തവരെ അള്ളാഹു തിരുസന്നിധിയിൽ കാണുമ്പോൾ ചോദിക്കുന്നു, എവിടെയാണല്ലോ നിങ്ങളെ പങ്കാളികൾ? സഹോദരങ്ങളെ, ഒറ്റ കുട്ടിക്കും ഉണ്ടായിട്ടുണ്ടാവുകയില്ല. അവർ സംസാരിക്കുകയില്ലെന്ന് മാത്രമല്ല, അവരെ സഹായിക്കാമെന്ന് പറഞ്ഞവർക്കും ഉണ്ടാട്ടുമില്ല. ഹാദാ യൗമുൽ ലാ യൻതിഖൂൻ. ഇന്ന് വർത്തമാനമില്ലാത്ത ദിവസമാണ്. ചെയ്ത കർമ്മങ്ങൾക്ക് പ്രതിഫലം വാങ്ങേണ്ട ദിവസമാണ്. വിശ്വാസികളെ, അപ്പോൾ എവിടെയാണല്ലോ നിങ്ങളെ പങ്കാളികളെന്ന് ചോദിക്കുമ്പോൾ ഖാലല്ലദീന ഊതുൽ ഇൽമ, അറിവ് നൽകപ്പെട്ടവർ. അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ശരിക്കുള്ള അറിവ് സൃഷ്ടാവിനെ തിരിച്ചറിയുന്ന അറിവാണ്. കുറേ ബിരുദവും ബിരുദാനന്ദ ബിരുദവും ഒരാളുടെ കൈകളുണ്ടായി എന്നതുകൊണ്ട് അവൻ അറിവുള്ളവനല്ല. സൃഷ്ടാവിൻ്റെ മുന്നിൽ ഏറ്റവും അറിവുള്ളവൻ സൃഷ്ടാവിനെ മനസ്സിലാക്കിയവനാണ്, അവൻ്റെ കഴിവ് മനസ്സിലാക്കിയവനാണ്, അവൻ്റെ ഏകത്വം തിരിച്ചറിഞ്ഞവനാണ്. അപ്പോൾ അറിവ് നൽകപ്പെട്ടവർ പറയും, ഇന്നൽ ഖിസിയൽ യൗമ, ഇന്നത്തെ അപമാനം, ഇന്നത്തെ നിന്ദ്യത, വസൂ ശിക്ഷയും അലൽ കാഫിരീൻ, സത്യനിഷേധികൾക്കാണ്. ശ്വാസികളെ, നാളെ പരലോകത്ത് സത്യവിശ്വാസികൾ മുഖപ്രസന്നതയോടുകൂടി സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നവരായി റബ്ബിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ്. വജൂഹു യൗമൈദിൻ മുസ്ഫിറ ലാഹിഖത്തും മുസ്തബ്ശിറ. വജൂഹു യൗമൈദിൻ എന്നാൽ മറ്റൊരു വിഭാഗം പേടിച്ച് വിറച്ച് കരിവാളിച്ച മുഖവുമായി അള്ളാഹുവിൻ്റെ മുന്നിലെത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്നത്തെ ശിക്ഷയും അന്നത്തെ പരാജയവും അന്നത്തെ അപമാനവും സത്യനിഷേധികൾ അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനും നിങ്ങളും പഠിക്കുന്ന വചനം വളരെ ശ്രദ്ധാർഹമാണ്. ഇഹത്തിലും വരത്തിലും വിജയികളാകണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെയും
ഇഹത്തിലും പരത്തിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ട അമലുകൾ ചെയ്യണം, നന്മയിലൂടെ സഞ്ചരിക്കണം, തിന്മകളിൽ നിന്ന് അകലണം. അള്ളാഹുവിൻ്റെ ശാപകോപത്തിലേക്ക് എത്തിപ്പെടുന്നവരിൽ നമ്മൾ പെടാതിരിക്കണം. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെയും. ഒന്നാമത്തെ ആയത്ത് നമ്മൾ പഠിച്ചത്, അള്ളാഹിനെ മറന്നവരെ അവനും മറക്കും. ഇവിടെ പ്രയാസങ്ങളിലേക്ക് അവർ എത്തിപ്പെടും. നാളെ പരലോകത്തോ അതിലേറെ വലിയ നിന്ദ്യതയും അപമാനവും അവർ അനുഭവിക്കേണ്ടി വരും. ശിക്ഷ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹ് പറയും, ഫദൂഖൂ ഫലൻ നസീദക്കും ഇല്ലാ അദാബ. നിങ്ങൾ ആസ്വദിക്കണടോ, നിങ്ങൾക്ക് ശിക്ഷയിൽ കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം എന്നാ, ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ. ഇങ്ങനത്തെ ഒരു വിചാരണയെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അത്തരമൊരവസ്ഥയിൽ റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇഹത്തിലും പരത്തിലും അവൻ്റെ കാരുണ്യവും കൃപാകടാക്ഷവും അനുഗ്രഹവും ലഭിക്കുന്ന അനുഗ്രഹീതൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി അതിനെതിരെ സഞ്ചരിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.